ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അമൻ ആൻഡ് മോം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ ലഞ്ച് റെസിപ്പീസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ മക്കൾ സ്കൂൾ പോകുന്ന തിരക്കായതുകൊണ്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ലഞ്ച് റെസിപ്പീസിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇന്നത്തെ ലഞ്ച് ഉണ്ടല്ലോ വളരെ സ്പെഷ്യലാണ്. വെജിറ്റേറിയൻ ലഞ്ചാണ്. കാണുമ്പോൾ തന്നെ ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തേങ്ങ വറുത്തരച്ചിട്ടുള്ള വെണ്ടക്ക കറിയും മുരിങ്ങേൻ്റെ ഇലയില്ലേ അതും മുട്ടയും കൊണ്ടുള്ള തോരനുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. രണ്ടും അടിപൊളി റെസിപ്പിയാണ്. ഈ ചോറിന് പറ്റിയ ഒരു കോംബോ ആണ്. നിങ്ങൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണണം. കണ്ടാൽ മാത്രം പോരാ, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുകയും ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓരോരുത്തർ പല രീതിയിലായിരിക്കും കറികളും എല്ലാ ഐറ്റംസും ഉണ്ടാക്കുന്നുണ്ടാവുക. ഞാൻ എൻ്റെതായ രീതിയിലാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇനി ഉണ്ടാക്കുന്ന രണ്ട് റെസിപ്പികളിലും എന്തെങ്കിലും വ്യത്യാസമായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓരോ നാട്ടിലും ഓരോ തരത്തിലാണല്ലോ ഉണ്ടാക്കൽ, അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ വെണ്ടക്ക കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്രയും വെണ്ടയ്ക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിത് മതിയാവും. കുറേ കറി നമുക്ക് ഇതിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി 2 തക്കാളി നമുക്ക് ഇതിലേക്ക് എടുക്കണം. പിന്നെ എടുത്തിരിക്കുന്നത് 2 ഉള്ളിയാണ്. വലുതാണെങ്കിൽ 1 ഉള്ളി മതിയാവും. അടുത്തതായിട്ട് പച്ചമുളകും വെളുത്തുള്ളിയാണ്. ഒരു 4-5 പച്ചമുളകും ഒരു 7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി പുളിയാണ്. ഈ ഒരു പീസ് പുളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം, കുതിരാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ ഒരു ഫുൾ തേങ്ങയല്ല കേട്ടോ, നിങ്ങൾക്ക് അരമുറി തേങ്ങ എടുത്താലും മതി. കറി എത്ര വേണോ അത്രയും തേങ്ങ എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ വെണ്ടക്കയും. ഈ തേങ്ങ ഞാൻ ഫസ്റ്റ് തന്നെ വറുക്കുന്ന പരിപാടിയിലേക്കാണ് കടക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വറുത്ത് വെച്ചിട്ട് ഒന്ന് തണിയുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിയെല്ലാം നോക്കാം. ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളിയും 2 ഉണങ്ങിയ ചുവന്ന മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഇതിലിടണ്ടേയില്ല. ഇനി ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. തീ ഒന്ന് കത്തിച്ചിട്ട് ഈ ഒരു പാത്രമാണ് വെക്കുന്നത്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ എടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ നിങ്ങൾ നോക്കിയാൽ മതി എത്രയുള്ളത് എന്നുള്ളത്. ഇനി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. തീ ഒന്ന് കുറക്കണം കേട്ടോ, തീ കൂടിപ്പോണ്ട. ഇതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കളറ് മാറി മാറി വരുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഏകദേശം നമ്മളെ തേങ്ങ ഇവിടെ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കണം. തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്, കാരണം കരിഞ്ഞു പോവും. ഇതിൽ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ ഉണക്ക് മുളകും ഉള്ളതുകൊണ്ട് നന്നായിട്ട് എരിവിലുണ്ടാവും. അതുകൊണ്ട് കൂടുതൽ മുളക് പൊടി ഇടണമെന്നില്ല. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ടൊന്ന് വഴറ്റണം. ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. അപ്പം വീണ്ടും തീ കുറച്ചിട്ടാണ് ഒന്നും കൂടിയും വഴറ്റേണ്ടത്. അപ്പം നമ്മളെ തേങ്ങയെല്ലാം നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ട് ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. തണി കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് തേങ്ങ കിട്ടേണ്ടത്. ഇനി അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള നമ്മളെ പച്ചക്കറിയെല്ലാം കഴുകിയിട്ട് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് വെണ്ടക്ക കട്ട് ചെയ്തിട്ടെടുക്കാം. നീളത്തിലുള്ള ചെറിയ പീസായിട്ടാണ് വെണ്ടക്ക കട്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പം വെണ്ടക്ക എല്ലാം കട്ട് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലാണ് കട്ട് ചെയ്തിട്ടെടുത്തത്. അടുത്തതായിട്ട് ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളകും നീളത്തിൽ, വെളുത്തുള്ളി 3 എണ്ണം വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ ബാക്കിയാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. പിന്നെ തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി തേങ്ങ തണിഞ്ഞിട്ടുണ്ട്, ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. തേങ്ങ മിക്സിയിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടിപ്പോണ്ട. തേങ്ങേൻ്റെ കുറച്ച് മുകളിലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി മൂടി വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഉപ്പൊന്നും ഞാനിപ്പോൾ ഇട്ടിക്കില്ല. പറയുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് അരച്ചിട്ട് കിട്ടിയത്. നല്ല ടൈറ്റിലാണുള്ളത്. നേരത്തെ തേങ്ങ വറുക്കാൻ എടുത്ത് അതേ പാത്രം തന്നെ ഞാൻ വീണ്ടും കഴുകിയിട്ട് അത് തന്നെയാണ് എടുക്കുന്നത്. പിന്നെയും നമ്മളിങ്ങനെ പാത്രം കഴുകണ്ടല്ലോ. ഇത് കഴിയുമ്പോഴത്തേക്ക് കുറേ ഉണ്ടാവും കൈവെക്കാന്. അതുകൊണ്ട് ഞാനിപ്പം നോക്കിയിട്ടേ പാത്രം എടുക്കലുള്ളൂ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഉള്ളി ഇടുന്നതിന് മുന്നേ നിങ്ങൾക്ക് കടുകും ചുവന്ന കായ്മുളകും തൂങ്ങിച്ചിട്ട് ഉള്ളി ഇടാം. അതിൻ്റെ കൂടെ ഒന്ന് വിട്ടുപോയതാണ്. അടുത്തതായിട്ട് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ ഉള്ളി ഒന്ന് വാടിയിട്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി വാടാൻ കാത്തു വെക്കുന്നില്ല. ആ സമയത്ത് തന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ വഴറ്റി കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം മൂടി തുറന്ന് നോക്കിയപ്പം കുറച്ച് വാടിയിട്ടുണ്ട്. അധികമൊന്നും വാടാൻ വെക്കണ്ടില്ല, കാരണം നമുക്ക് വെണ്ടക്കയും വഴറ്റേണ്ടതാണ്. വെണ്ടക്ക ഇങ്ങനെ തന്നെയാണ് വഴറ്റേണ്ടത്. ഈ വെണ്ടക്ക ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. കുറച്ച് നേരം തന്നെ ഒന്ന് വഴറ്റണം കേട്ടോ. ഇത് വേഗം കഴിയുന്ന പണിയാണ് കേട്ടോ. ഞാൻ പിന്നെ വീഡിയോയിലായതുകൊണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. വെണ്ടക്ക ഒന്ന് വാടിയിട്ടുണ്ട്. ബാക്കി നമ്മൾ കറി വെക്കുമ്പോൾ അതിൽ നിന്നങ്ങ് വെന്തോളും. ഇനി പുളി എടുത്തിട്ടുണ്ട്. ആ പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഫുള്ളായിട്ട് പുളി പിഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുളി കൂടിയിട്ടും തക്കാളിയെല്ലാം കുറവാണെങ്കിൽ നമ്മൾ കറി അത്ര രസം ഉണ്ടാവില്ല. പുളിയും എരിവും ഉപ്പും എല്ലാം ബാലൻസ് ചെയ്യുമാണ് ഈ കറി നല്ല ടേസ്റ്റ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് പുളിയെല്ലാം ഒഴിക്കുമ്പോൾ കൂടുതലായി പോകണ്ട, കുറച്ചായിട്ട് അതിനനുസരിച്ചിട്ട് തക്കാളിയും ചാറെല്ലാം കൂട്ടിയാൽ മതി. ഇനി ഈ അരച്ച അരപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ടൈറ്റിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിക്കല്ലോ, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കുന്നുണ്ട്. നമ്മളെ വെണ്ടക്ക കറി ഇങ്ങനെ കുറുകി വരുന്നുണ്ട്, ടൈറ്റായിട്ട് വരുന്നുണ്ട്. ഇതുപോലെയല്ല കേട്ടോ ഉണ്ടാവുക, ഇതിലും കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ട് മാറും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കളറ് മാറിയില്ലേ, നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് തൂയിക്കുന്നുണ്ട്. ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ചുവന്ന കായ്മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പീസായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി ഇവയെല്ലാം നന്നായിട്ട് യോജിപ്പിക്കണം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. തേങ്ങ വറുത്തതിൻ്റെ എല്ലാം മൊത്തത്തിൽ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കറിക്ക്. കണ്ട നിങ്ങൾ വെണ്ടയ്ക്കൊന്നും അടിഞ്ഞു പോയിട്ടില്ല, കറക്റ്റ് വേവിലാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിങ്ങനെ കറിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം എടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കറി ഉണ്ടാവും. പിന്നെ മക്കളെല്ലാം ഉള്ളത്, അവർ കുറേയൊന്നും കറി കൂട്ടൂല. ഈ ഡ്രൈ ആയിട്ടുള്ള കറി കുറച്ച് ഒഴിക്കുമ്പം തന്നെ നല്ലോണം ഉണ്ടാവും. അവർക്ക് വെണ്ടക്ക കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. വെണ്ടയ്ക്കെല്ലാം തിന്നും, അതിലൊന്നും ഒരു മടിയും ഇല്ല. അതുപോലെ തന്നെയാണ് കയപ്പക്ക നമ്മൾ പൊരിച്ചിട്ട് കഴിക്കും, ഉണക്കിയിട്ട്. അതും അവർക്ക് ഇഷ്ടമാണ്. അടുത്തതായിട്ട് ഞാൻ തോരൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ കണ്ണൂർ കോഴിക്കോട് ഭാഗത്തുള്ള പോലെ വറവ്. ഇതിൽ മുരിങ്ങച്ചപ്പ് വേണ്ട, ഇത് ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. നമ്മൾ നാട്ടിൽ നിന്നെല്ലാം വെറുതെ കളയുന്ന മുരിങ്ങച്ചപ്പാണ്. അന്നേരം ഒന്നും വേണ്ട. ഇതിന് 2-3 ദിറംസാണ് ഉള്ളത്. ഇത്രയും മുരിങ്ങച്ചപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്കി കറിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൊമ്പ് ഒഴിവാക്കിയിട്ട് ഇല മാത്രം ആക്കിയിട്ട് മാറ്റണം. നമ്മളിതിന് ഉതിർന്നിടുക എന്നാണ് പറയുക. ഇതിങ്ങനെ ഇതുപോലെ ആക്കിയെടുക്കണം. പണ്ട് ഉപ്പാൻ്റെ തറവാടിൽ മുരിങ്ങ മരമുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുരിങ്ങക്കറിയും പിന്നെ മുരിങ്ങ വറവും ഇതെല്ലാം ഉണ്ടാവുക. അന്നേരം ഇങ്ങനെയുള്ള പണിയെല്ലാം ഉമ്മാമ തരുക നമുക്കാണ്. നമ്മൾ കുറച്ച് കുട്ടികൾ ഇങ്ങനെ മുറത്തിലിങ്ങനെ ഇട്ട് കൊടുക്കും. ഒരു പണ്ടത്തെ അടുക്കളയിൽ അണിമൽ എപ്പോൾ ഉണ്ടാവും ഒരു മുറം നിറഞ്ഞ സാധനം. നമ്മൾ അരിയിലെ കച്ചറയെല്ലാം കളയുന്ന ആ ഒരു മുറത്തിലാണ്. അതിപ്പോൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുരിങ്ങച്ചപ്പിൽ എന്തെങ്കിലും കീടങ്ങളോ പുഴുക്കളെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ. നന്നായിട്ട് കഴുകുന്നുണ്ട്. കഴുകിയിട്ട് ഈ ഒരു ഞാൻ സ്റ്റീമറിൻ്റെ ഒരു അരിപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിക്കോളും. അടുത്തതായിട്ട് ഉള്ളി എടുക്കുന്നുണ്ട്. ഉള്ളി ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 10-12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. മുറിച്ചിടുന്നില്ല കേട്ടോ, ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അമ്മിക്കുട്ടിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇതാണ് ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാനിത് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അധികം വാട്ടുന്നൊന്നുമില്ല. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് കത്തിച്ചിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ചെറിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒഴിക്കാം. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചതച്ചെടുത്ത ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇതിൽ പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നേയില്ല, അതിന് പകരമായിട്ട് ചുവന്ന കായ്മുളക് പൊടിച്ചതാണിത്, ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവയെല്ലാം ഒന്നങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു പൊടിച്ച ചുവന്ന കായ്മുളകിൻ്റെ ഒരു പച്ച മണമെല്ലാം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. അതിനുശേഷം മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മുരിങ്ങയില കൂടിപ്പോയാലൊന്നും പ്രശ്നമില്ല കേട്ടോ, കാരണം ഇത് വാടി വരുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് ചുരുങ്ങിപ്പോവും. അതുകൊണ്ട് കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണിത്. ഇട്ട് കൊടുത്ത കണ്ടല്ലോ ഉപ്പാണ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പ് കൂടിപ്പോണ്ട. ഇനി ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഞാൻ, കാരണം ഇതിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറച്ചുണ്ട്. അപ്പോൾ ഇതൊന്ന് വാടി കിട്ടണം, അതുകൊണ്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതിൽ 1/2 കപ്പിൻ്റെ അടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൽ തേങ്ങ കൂടുതലല്ലേ? തേങ്ങ കൂടുതലാണ്, കാരണം മുരിങ്ങച്ചപ്പ് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടല്ലോ. പിന്നെ മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, ബാലൻസ് ചെയ്തിട്ട് കിട്ടും. ഈ ഒരളവ് തോരൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. അടുത്തതായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കണം, തീ കുറക്കണം കേട്ടോ, തീ കൂടി പോണ്ട, അപ്പം അടി കരിഞ്ഞു പോവും. ഒന്നും കൂടി ഒന്ന് മൂടി വെക്കുന്നുണ്ട്, 1 മിനിറ്റ് അത്രയും ഞാൻ മൂടി വെക്കുന്നുള്ളൂ. മുരിങ്ങയിലെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്, ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഭാഗത്ത് ഞാൻ ഈ മുരിങ്ങയിലേൻ്റെ തോരന് വെക്കുന്നുണ്ട്. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. 3 മുട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഓരോ മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ആക്കിയെടുക്കുന്നത്, കാരണം വെച്ചാൽ അപ്പുറത്തെ സൈഡ് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയിൽ ഒരുമിച്ചിട്ട് ആക്കി കഴിഞ്ഞാൽ കലങ്ങിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്കിത് മുരിങ്ങയില ഒരുവിധം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം, 2ആയിട്ടും ചെയ്യാം കേട്ടാ. പിന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു സ്പൈസി ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ സൈഡിൽ മസാലയെല്ലാം ഇട്ടതാണ്. ഇനി ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് ആറിയതിന് ശേഷം മുട്ട മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പം മുട്ട മിക്സ് ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട്, എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കി, ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾക്കും കൊടുത്താൽ നല്ലതാണ്. നമ്മൾ ചീര വറവെല്ലാം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണമെന്നാണ് പറയുക. അതുപോലെ തന്നെയാണ് മുരിങ്ങയിലയും. നമ്മളിത് ഉതിർന്നിടാനുള്ള മടി കൊണ്ടാണ്, എൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. എനിക്കിത് ഭയങ്കര മടിയാണ് ഈ ഇല വേർതിരിച്ചിട്ട് വെക്കുന്നത്. പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ വേഗം കയ്യും. അതിൻ്റെ കറിവേപ്പില ഇടാൻ മറന്നു പോയി കഴിഞ്ഞു, അപ്പോൾ ലാസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ഒരു വായിലെല്ലാം മുറിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. നമ്മൾ സദ്യക്കെല്ലാം പിരിക്കും പോലത്തെ വായിലയാണ്. ഒരു 4-5 എണ്ണമാണ് ഒരു ഇതിൽ റോളിലുണ്ടാവുക. ഇത് ചള്ളായോണ്ടാണ് ഞാൻ ഈ ഒരു വായിൽ ഇതിന് വേണ്ടിയിട്ട് എടുത്തത്. നമ്മൾ ഒറോട്ടിപ്പത്തിലെല്ലാം ചുടാൻ വേണ്ടിയിട്ടാണ് വായില ഇവിടുന്ന് വാങ്ങിച്ചത്. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നതാണ്. എല്ലാവരും നല്ല വിശപ്പിലാണുള്ളത്. ഞാൻ വായിലയിൽ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നല്ല ഡാർക്ക് കളറായിക്കുണ്ട് നമ്മളെ വെണ്ടക്ക കറി ഇതിലേക്ക് ചോറിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെ മുരിങ്ങയിലെയും മുട്ടയിട്ടിട്ടുള്ള തോരൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും വറവ് എന്നാണേ പറയുക, തോരൻ എന്ന് പറയുമ്പോൾ എന്തോ പോലെ ഉണ്ട്. കൂടുതൽ ആൾക്കാരും തോരൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിലങ്ങനെ പറയുന്നത്. പിന്നെ അച്ചാർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് പപ്പടം ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കൊണ്ടാട്ടവും എടുത്തിട്ടുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് കൊണ്ടാട്ടം. ഈ മുളക് കൊണ്ടാട്ടം തൈരിൽ ചീച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിന് വേറെ തന്നെ ഒരു രുചിയായിരിക്കും. അപ്പം ഇന്നത്തെ നമ്മളെ വെജിറ്റേറിയൻ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം തന്നെ അമ്മന് ചോറ് കഴിക്കുന്നുണ്ട്. ഞാൻ വെണ്ടക്ക കറി വെച്ചിട്ടുള്ള പാത്രത്തിലാണ് കഴിക്കുന്നത്. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ കഴിക്കാൻ, എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അസ്സലാം.